നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇന്ന് നമ്മുടെ മാത്സിലെ ശരാശരി, ഓക്കെ, ശരാശരി എന്ന് പറയുന്ന പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. ശരാശരി ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്നല്ലേ? ആവറേജ് എന്താ? ആവറേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ആവറേജ് എന്താ, എങ്ങനെ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം, ഓക്കെ. അപ്പോൾ എങ്ങനെ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്? തുക ബൈ എണ്ണം അല്ലേ? തുക ബൈ എണ്ണം, ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഒരു ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ് തുക ബൈ എണ്ണം. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ ശരാശരി. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി അധികം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ശരാശരി. അപ്പോൾ അത് കാരണം അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും കൂടുതൽ എക്സാമ്പിൾ കാണണം. ഇപ്പോൾ PSC ആണെങ്കിലും UPSC ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ഏത് പരീക്ഷയാണെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ PSC പരീക്ഷയ്ക്ക് ഈ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഇപ്പോൾ LDC ആണെങ്കിലും LGS, കുഞ്ഞു പരീക്ഷ മുതൽ വലിയ പരീക്ഷ വരെയൊക്കെ നമുക്ക് ഈ ശരാശരിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ കൂടുതൽ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതായതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ശരാശരിയും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യത്തേത് നിങ്ങൾ എഴുതി തുടങ്ങിക്കോ. മോഡൽ 1 ആണ്. ഓക്കെ, മോഡൽ 1 അല്ലെങ്കിൽ ടൈപ്പ് 1. ഓക്കെ, ടൈപ്പ് 1 ഒരു ടൈപ്പ്. നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് ഓരോരോ ടൈപ്പായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ്, ഒരു സംഖ്യ, ഒരു എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ, എത്രയെന്ന് എണ്ണി തുടങ്ങുന്നത്? 1 എന്നല്ലേ? ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് എണ്ണൽ സംഖ്യ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാലോ 2 4 6 8 ഇരട്ട സംഖ്യ. ഒറ്റ സംഖ്യയോ 1 3 5 7 അങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യ. ഓക്കെ, അപ്പോൾ അതൊന്നും ഓർത്തിരിക്കണേ. എണ്ണൽ സംഖ്യ അതൊക്കെ അറിയാം നിങ്ങൾക്ക്. ഇത് നിങ്ങളോട് പറയാണ് എണ്ണൽ സംഖ്യയുടെ ശരാശരി. ഇപ്പോൾ നിങ്ങളോട് പറയാണ് തുടർച്ചയായ അല്ലെങ്കിൽ ആദ്യത്തെ ഓക്കെ എണ്ണൽ സംഖ്യയുടെ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എണ്ണൽ സംഖ്യ 10 എണ്ണൽ സംഖ്യ ആണോ, 20 എണ്ണൽ സംഖ്യ ആണോ, 30 എണ്ണൽ സംഖ്യ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറയാമെന്ന് വിചാരിക്കുക. ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് അറിയോ? എന്നിൻ്റെ പകുതി എടുക്കുക പ്ലസ് 0.5 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്താൽ മതി? നിങ്ങൾ തന്നിരിക്കുന്ന എന്നിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, എന്നിൻ്റെ പകുതി എടുത്തിട്ട് എത്ര കൂട്ടണം അതിലേക്ക്? 0.5. ഇപ്പോൾ നിങ്ങളോട് പറയാ ആദ്യത്തെ 10ൻ്റെ ഓക്കെ 10 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണം? n എന്ന് പറയുന്നത് 10 അല്ലേ? അപ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ n/2 പ്ലസ് 0.5 നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 10/2 പ്ലസ് 0.5 എത്ര കിട്ടും? ആൻസർ 5.5. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായില്ലേ? ഇക്വേഷൻ ഇതെടുത്തോ. ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n/2 പ്ലസ് 0.5 എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയല്ലോ അല്ലേ? ഇക്വേഷൻ എഴുതിയല്ലോ അല്ലേ? എഴുതിയില്ലേ? ഓക്കെ, എന്നാ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ശ്രദ്ധിച്ചോണേ, എണ്ണൽ സംഖ്യ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഒറ്റ സംഖ്യ ഒന്നും അല്ല. ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര ചെയ്യാം?
ആൻസർ കിട്ടിയോ? ആ, നമ്മുടെ n എന്ന് പറയുന്നത് 40 അല്ലേ? നമ്മുടെ ശരാശരിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? n/2 പ്ലസ് 0.5. n എത്രയാ? 40. ഏതോ ആണോ? നോക്കട്ടെ. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഓഫ് ചെയ്തില്ലേ? ആ, ശരി. ഓക്കെ. അപ്പോൾ 40/2 പ്ലസ് 0.5 എന്ന് കിട്ടും. അപ്പോൾ 40/2 എന്ന് പറഞ്ഞാൽ 20 20 പ്ലസ് 0.5 20.5. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഖ്യനെ വേഗം തന്നെ അപ്പം തന്നെ എന്താക്കിയേക്കാം? നേരെ പകുതി ആക്കിയേക്കാം. അപ്പോൾ 40 ആണെങ്കിൽ അതിൻ്റെ പകുതി 20 പ്ലസ് 0.5 ചെയ്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 70 എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിച്ചേ. അപ്പോൾ ആദ്യത്തേന്ന് വേണം നിങ്ങൾക്ക് എണ്ണൽ സംഖ്യ എന്നും വേണം, എന്നാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരാശരി. നമ്മൾ n ഈസ് ഈക്വൽ ടു 70 എടുക്കുക. നമ്മുടെ ശരാശരിയുടെ ഇക്വേഷൻ n/2 പ്ലസ് 0.5. n/2 എന്ന് പറഞ്ഞാൽ 70/2 പ്ലസ് 0.5 എടുത്താൽ 70/2 എത്രയെന്ന് നമുക്കറിയാം. 70ൻ്റെ പകുതി 35 ആണല്ലോ. 0.2 35.2. ഓക്കെ. അല്ലാതെ നമ്മളിത് ഒരിക്കലും 70 എണ്ണൽ സംഖ്യ ഒന്ന് എടുത്ത് കേട്ടോ 35.5. സോറി 35.5. ഓക്കെ. ഇപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ആദ്യത്തേന്ന് വേണം എണ്ണൽ സംഖ്യ എന്ന് വേണം. ഓക്കെ. ആദ്യത്തേത് എണ്ണൽ സംഖ്യ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്തേക്കാം? n/2 പ്ലസ് 0.5 എന്ന് എടുത്തേക്കാം. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരി. നമ്മുടെ ശരാശരി. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം ശ്രദ്ധിക്കുക. ആദ്യത്തേന്നുണ്ട്, എണ്ണൽ സംഖ്യ എന്നുണ്ട്. ആദ്യത്തേന്നുണ്ട്, എണ്ണൽ സംഖ്യ എന്നുണ്ട്. എത്ര വരും ആൻസർ? n 50 കിട്ടി നമുക്ക്. ശരാശരി എന്ന് പറഞ്ഞാൽ n/2 പ്ലസ് 0.5. 50/2 പ്ലസ് 0.5. 50ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 25 നമുക്കറിയാം. 25 പ്ലസ് 0.5 25.5. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞേ. ഇതൊക്കെ ആണല്ലോ. അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് കണ്ടാൽ, ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് കണ്ടാൽ അപ്പം തന്നെ അതിൻ്റെ പകുതി പ്ലസ് 0.5 എടുത്താൽ നമുക്ക് ശരാശരി കിട്ടും. ഇനി നിങ്ങൾക്കോട് ചോദിക്കുകയാണ്, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ, ഇത് ടൈപ്പ് 2 കളുടെ ശരാശരി. ഓക്കെ. ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. n+1. ശരാശരി ഈസ് ഈക്വൽ ടു n+1. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൻ്റെ കൂടെ ഒരു 1 കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആയിരുന്നു. അപ്പോൾ നമ്മൾ n/2 പ്ലസ് 1 പ്ലസ് 0.5 എന്ന് എടുത്തു. ഇരട്ട സംഖ്യ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? n+1 എന്ന് എടുത്തു. ഓക്കെ. ഇക്വേഷൻ പഠിച്ചോ? ഓക്കെ. അപ്പോൾ ഇരട്ടയാണ്. ഇരട്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഒരെണ്ണം കൂടുതലുള്ളതിനല്ലേ നമ്മൾ ഇരട്ടാന്ന് പറയുന്നത്, അല്ലേ? സാധാരണ ഇരട്ട പിള്ളേരെന്ന് പറഞ്ഞാൽ എത്രയാ? ഒരെണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ ഓർത്താൽ മതി.
ഒരു കൊച്ചിന് പകരം രണ്ട് കൊച്ചുങ്ങൾ, ഒരെണ്ണം കൂടുതലുള്ളതിനാണ് നമ്മൾ ഇരട്ട. അല്ലെങ്കിൽ നമ്മൾ പഴം, ഇരട്ട പഴം എന്ന് പറഞ്ഞാൽ രണ്ട് പഴം ഒരുമിച്ചിരിക്കുന്നതല്ലേ, ഒരെണ്ണം കൂടുതലായിട്ടിരിക്കുന്നതിനാണ് ഇരട്ട എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓർത്താൽ മതി. ശരാശരി എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഒന്ന് കൂടുതൽ. ഓക്കെ, ഇത് നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ആദ്യത്തേന്ന് വേണം നമുക്ക് കേട്ടോ. ആദ്യത്തെ ഞാൻ ആദ്യത്തേന്ന് എഴുതിയായിരുന്നോ? ഓക്കെ, ആദ്യത്തെ. ഓക്കെ, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 30 ഇരട്ട, എന്തായാലും മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോണേ. കളുടെ ശരാശരി കണ്ടുപിടിച്ചേ. 30 എണ്ണത്തിൻ്റെ ശരാശരി കണ്ടുപിടിക്കണം. സിമ്പിൾ. അപ്പം n ഈസ് ഈക്വൽ ടു എത്ര ഇവിടെ? 30. ശരാശരിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? n+1. 30 + 1 31. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ശരാശരിയുടെ ക്വസ്റ്റിന് ഇത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ നിന്നാൽ, ഇപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ആദ്യത്തെ 30 ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2, 4, 6 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടിയിട്ട് 30 എണ്ണം വരെ എഴുതിയൊക്കെ ചെയ്യാൻ നിന്നാൽ ഒത്തിരി സമയം എടുക്കും. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രം യൂസ് ചെയ്യാമുള്ളൂ ഇതിൽ ഈ ശരാശരി കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങളല്ലാതെ ഇത് കുറച്ച് അധികം ഉണ്ട് ഇക്വേഷൻസ്, പക്ഷെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിച്ചോളും. അല്ലാതെ നിങ്ങളിത് ചെയ്ത് കണ്ടുപിടിക്കുക, ചെയ്ത ആൻസർ കിട്ടും, പക്ഷെ ചെയ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. നല്ല സമയം നിങ്ങളുടെ പോകും, വെറുതെ സമയം കളയും നമ്മൾ. ഓക്കെ, ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. ഇക്വേഷൻസ് മാത്രം ഒരു ബുക്ക് മേടിച്ചിട്ട് നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ മാത്രം ഇക്വേഷൻസ് മാത്രം എഴുതാൻ വേണ്ടി ഒരു ചെറിയൊരു ബുക്ക് മേടിക്കുക. ചെറിയൊരു ബുക്ക് മേടിച്ചിട്ട് അതിൽ ഓരോ ചാപ്റ്റർ എഴുതുക, അതിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് എഴുതി വയ്ക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിച്ചിട്ട് കയറുക, പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 75 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഓക്കെ, ആദ്യത്തെ 75 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ആൻസർ 76. അപ്പോൾ n 75 ശരാശരി എന്ന് പറഞ്ഞാൽ n+1 ആണ്. അപ്പോൾ 75 + 1 76. എന്നെ എളുപ്പത്തിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കിക്കേ. ഇതല്ലാതെ നിങ്ങളിത് ചെയ്യാൻ നിന്നാൽ ഒരു ദിവസം എടുത്താലും ആൻസർ കിട്ടൂല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി. അപ്പം നമ്മുടെ കയ്യിൽ എന്നൊക്കെ ഉണ്ട്? നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്? ആദ്യത്തേന്നുണ്ട്, ഇരട്ട സംഖ്യ എന്നുണ്ട്. നമുക്കറിയാം ഇരട്ട എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടുതലുള്ള ആളെയാണ് നമ്മൾ ഇരട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ n എന്ന് പറഞ്ഞാൽ 40. ശരാശരിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇരട്ട സംഖ്യകളുടെ n+1, അതായത് സംഖ്യ +1, അതായത് n+1. ഓക്കെ, 41. അപ്പോൾ നിങ്ങൾ സംഖ്യ +1 എന്ന് ഓർത്താലും മതി. പക്ഷെ നമ്മളെപ്പോഴും n എന്നും x എന്നൊക്കെ മാത്സിൽ അങ്ങനെയല്ലേ പഠിച്ചു വെക്കുന്നത്. അത് കാരണം ഞാൻ ഈ n+1 എന്നൊക്കെ പറഞ്ഞു. സംഖ്യ +1 എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ഇരട്ട കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളോട് പറയാം, അത് ടൈപ്പ് 3. ഓക്കെ, അപ്പോൾ ഇരട്ട കഴിഞ്ഞു. ഇനി നമ്മൾ ഒറ്റ സംഖ്യ എന്ന് വിചാരിക്കുക. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി. ശരാശരി. ഒറ്റ സംഖ്യ ആണെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ അതേ സംഖ്യ തന്നെയായിരിക്കും. ഇരട്ട എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതലെന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതേ സംഖ്യ. എത്ര സംഖ്യയുടെ ശരാശരി എന്നാണ് നിങ്ങളോട് പറയുന്നത്, അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. ഒറ്റ സംഖ്യ ആണെങ്കിൽ പഠിച്ച ഒറ്റ സംഖ്യയുടെ ഇക്വേഷൻ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? n എണ്ണൽ സംഖ്യ ആണെങ്കിൽ ശരാശരി എത്രയായിരിക്കും വരുന്നത്? പ്ലസ് 0.5. ഇരട്ട സംഖ്യ ആണെങ്കിലോ? ഒറ്റ സംഖ്യ ആണെങ്കിലോ? n
അതേ സംഖ്യ തന്നെയായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 75 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഇവിടെ ശരാശരി അപ്പൊ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യില്? ആദ്യത്തെ എന്ന് പറഞ്ഞ വാക്കുണ്ട്, ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 75 തന്നെയായിരിക്കും. n എന്ന് പറയുന്നത് സംഖ്യ എന്ന് പറഞ്ഞ 75 അപ്പൊ ശരാശരി എന്ന് പറഞ്ഞത് 75 തന്നെ. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി. നമ്മുടെ കയ്യില് വാക്കുകളൊക്കെ ഉണ്ട്. ആദ്യത്തെ ഉണ്ട്, ഒറ്റ സംഖ്യയുണ്ട്. അപ്പൊ എന്തെഴുതാം? n = 40 അപ്പൊ ശരാശരി എത്രയാണ്? 40. നമുക്ക് ആലോചിക്കുക പോലും വേണ്ട, 40 ആൻസർ എഴുതാം. ഓക്കെ, ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ലല്ലോ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ എത്ര സമയം കളയും അതിലെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ശരാശരി എത്ര ആൻസർ? 50 തന്നെ. ആദ്യത്തെ വാക്കുണ്ട്, ഒറ്റ സംഖ്യ എന്ന് പറയുന്ന വാക്കുണ്ട്. പക്ഷെ n = 50 ശരാശരി 50 തന്നെ. അപ്പൊ നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇത്ര ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. എണ്ണൽ സംഖ്യ എന്നാണെങ്കിൽ നമ്മൾ എത്ര എഴുതും? എല്ലാവരും പറഞ്ഞോ. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാല് 2 + 1 + 0.5. ഇരട്ട സംഖ്യ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ അതേ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് പറയാണ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം നമുക്ക്. ടൈപ്പ് 4 നമ്മളോട് പറയുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. തുടർച്ചയായ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ട് അതിന്റെ ആൻസർ പറഞ്ഞു. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? ഇനിയായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഒരു നമ്പർ ഉണ്ട് നമ്മുടെ കയ്യില്, ഇരട്ട സംഖ്യയാണ്, ശരാശരി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അയാൽ വലിയ സംഖ്യ ഏത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? അപ്പൊ നിങ്ങൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാല്, വലിയ സംഖ്യ = ശരാശരി പ്ലസ് സംഖ്യ -1. ഓക്കെ, ശരാശരി എടുക്കുക പ്ലസ് സംഖ്യ -1 എടുക്കുക. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പൊ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വലിയ സംഖ്യ = ശരാശരി പ്ലസ് വലുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഓർക്കുക? ഇവിടെ നടുക്ക് പ്ലസ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇക്വേഷൻ കിട്ടിയോ? വലിയ സംഖ്യ = ശരാശരി പ്ലസ് സംഖ്യ -1. അപ്പൊ ഇതിന്റെ ആൻസർ എന്നാവുന്നത് കണ്ടുപിടിച്ചേ. നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് ഈ 4. എത്രയാ നോക്കട്ടെ. നമ്മൾ വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കുന്നത്. വലിയ സംഖ്യ എന്ന് കണ്ടാൽ അപ്പൊ നിങ്ങൾ പ്ലസ് ഇടുക. ശരാശരി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 27 + 4 -1 അല്ലേ? ഇവിടുത്തെ സംഖ്യ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 4 അല്ലേ? അപ്പൊ 27 + 3 30 ട്രാൻസ്ഫർ നോക്കട്ടെ. 30 കറക്റ്റ്. ഇത് മനസ്സിലായോ എല്ലാവർക്കും?
അപ്പോൾ നമ്മൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തുടർച്ചയായ എന്നൊക്കെ വേണേ, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി ശരാശരി 50 ആയാൽ വലിയ സംഖ്യ ഏത്? ഒന്ന് കണ്ടുപിടിച്ചേ. ഇപ്പൊ നമുക്ക് തുടർച്ചയായാലുണ്ട് അല്ലെ, തുടർച്ചയായാലുണ്ട്, 5 ഇരട്ട സംഖ്യയുണ്ട്, ശരാശരി തന്നിട്ടുണ്ട്. നോക്കട്ടെ, വലിയ സംഖ്യ എന്നുണ്ടല്ലേ. വലിയ സംഖ്യ എന്ന് പറഞ്ഞാല് ശരാശരി അധികം അല്ലെ, പ്ലസ് ആണ്, വലുതാണ്, അധികം സംഖ്യ -1. ഓക്കെ, നോക്കട്ടെ. ശരാശരി നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ് ശരാശരി? 50. സംഖ്യ എത്രയാണ് തന്നിരിക്കുന്നത്? 5. അപ്പൊ 50 + 4 54 എന്ന് വരും. 54 കിട്ടിയല്ലേ ആർക്കും? ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി ശരാശരി 25 ആയാൽ വലിയ സംഖ്യ ഏത്? കണ്ടുപിടിച്ചേ. തുടർച്ചയായ ഉണ്ട്, ഇരട്ട സംഖ്യ എന്നുണ്ട്, ശരാശരി എന്നുണ്ട്, വലിയ സംഖ്യ എന്നുണ്ട്. നോക്കട്ടെ, നമ്മൾ എന്തായിരുന്നു? വലിയ സംഖ്യ = ശരാശരി, എന്തായിരുന്നു ഇക്വേഷൻ? ശരാശരി പ്ലസ് സംഖ്യ -1 അല്ലേ, -1. അപ്പൊ ശരാശരി എത്രയാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്? 25 + 6 - 1. 25 + 5 30. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്കിപ്പോൾ വലിയ സംഖ്യയല്ലേ നമ്മളോട് പറഞ്ഞേ. ഇനി അടുത്ത നമുക്ക് ചെറിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പം ടൈപ്പ് 5 അല്ലേ? ടൈപ്പ് 5 ആയില്ലേ നമ്മൾ? ടൈപ്പ് 5 ആയി. ഓക്കെ, ടൈപ്പ് 5 ക്വസ്റ്റ്യൻ എഴുതിക്കോ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 30 ആയാൽ ചെറിയ സംഖ്യ ഏത്? അതാണ് ചെറുതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ചെറുത് കണ്ടുപിടിക്കാനായിട്ട് ചെറിയ സംഖ്യ = വലുത് കണ്ടുപിടിക്കാൻ നമ്മൾ പ്ലസ് അല്ല ചെയ്തേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ്. ഓക്കെ, സംഖ്യ -1. ഓക്കെ, നമ്മൾ ആദ്യം വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്ലസ് ചെയ്തു. ഇവിടെ കണ്ട, ഇവിടെ പ്ലസ് ചെയ്തു. അവിടെ നമ്മൾ എന്തിട്ട? ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് മൈനസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചേ പെട്ടെന്ന്. തുടർച്ചയായ ഉണ്ട്, ശരാശരി ഉണ്ട്, അതിൽ ചെറിയ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കുന്നത്. ചെറിയ സംഖ്യ സമം കിട്ടിയ ആൻസർ നോക്കട്ടെ. 30 - 5 - 1. അപ്പം 30 - 4 26. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 75 ആയാൽ
ചെറിയ സംഖ്യ ഏത്? കണ്ടുപിടിച്ചേ. ചെറിയ സംഖ്യ തുടർച്ചയുണ്ട്, ചെറിയ സംഖ്യയുണ്ട്, 6. നോക്കാം. ചെറിയ സംഖ്യ സമം നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ശരാശരി മൈനസ് സംഖ്യ -1. ഓക്കെ, ശരാശരി എത്രയാണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്? 75. സംഖ്യയോ? ഓക്കെ, അപ്പൊ 75 - 5 70 അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 80 ആയാൽ ചെറിയ സംഖ്യ കണ്ടുപിടിച്ചേ. ചെറിയ സംഖ്യ ശരാശരി. ഇക്വേഷൻ പറഞ്ഞേ. ചെറിയ സംഖ്യ ഈസ് ഈക്വൽ ടു ശരാശരി മൈനസ് സംഖ്യ -1. അപ്പൊ ശരാശരി എത്രയാണ് നമ്മുടെ? 80 മൈനസ് 7 - 1 അല്ലേ? 80 മൈനസ് 7 - 1 6. അപ്പൊ 74 കിട്ടിയോ? 74. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ആ ടൈപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാണ് ഒറ്റ സംഖ്യകളാണ് തരുന്നതെന്ന് വിചാരിക്കും. ഇനി അടുത്ത ടൈപ്പ് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് ഇങ്ങനെയായിരിക്കും. തുടർച്ചയായ നമ്മൾ ഇരട്ട സംഖ്യ മാറിയിട്ട് ഒറ്റ സംഖ്യ എന്നാണ് തരുന്നതെന്ന് വിചാരിക്കാം. 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ. ഇരട്ട സംഖ്യ ആയിരുന്നപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ശരാശരി സെയിം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ശരാശരി പ്ലസ് സംഖ്യ -1. ഓക്കെ, സെയിം ഇക്വേഷൻ കേട്ടോ. ചെയ്തേ, പ്രോബ്ലം ചെയ്തേ. അപ്പൊ ഇരട്ട സംഖ്യ ആണെങ്കിലും ഒറ്റ സംഖ്യ ആണെങ്കിലും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരേ ഇക്വേഷൻ തന്നെ എഴുതിയാൽ മതി. ഇവിടെ എത്ര കിട്ടും ആൻസർ? ഓക്കെ, ശരാശരി എത്രയാന്ന് തന്നിരിക്കുന്നത്? 25 പ്ലസ് 5 - 1. 25 പ്ലസ് 4 29. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല ചോദിച്ചോണം. സ്പീഡ് കൂടുതലാണെങ്കിലും പറഞ്ഞോണം. അതിൽ രണ്ടാമത്തെ മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 40 ആയാൽ വലിയ സംഖ്യ. ഏതായിരിക്കും? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ശരാശരി പ്ലസ് സംഖ്യ -1. ഓക്കെ, ശരാശരി നമുക്കിവിടെ തന്നിരിക്കുന്നത് 40 ആണ്. 40 പ്ലസ് 6 - 1. 40 പ്ലസ് 5 45. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ. തുടർച്ചയായ 7
ഒറ്റ സംഖ്യകളുടെ ശരാശരി 41 ആയാൽ വലിയ സംഖ്യ. കണ്ടുപിടിച്ചേ. വലിയ സംഖ്യ സമം ശരാശരി പ്ലസ് സംഖ്യ -1. ഓക്കെ, അപ്പം ശരാശരി എന്ന് പറഞ്ഞാൽ 41 പ്ലസ് 7 - 1. 41 പ്ലസ് 7 - 1 6 അപ്പം 47. ഓക്കെ ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മുടെ ടൈപ്പ് 6 ടൈപ്പ് കഴിഞ്ഞു. ഇനി ടൈപ്പ് 7ാമത്തെ ടൈപ്പാണ് ടൈപ്പ് 7. ഇപ്പം നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണ്. ഇങ്ങനെ പറയുന്നത്: തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത്? ഓക്കെ, നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്, അതായത് നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ 5 ഒറ്റ സംഖ്യ തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട്. ശരാശരി വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറയുവാണ്, അപ്പോൾ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശരാശരിയുടെ ഇരട്ടി എടുത്താൽ മതി. ഓക്കെ, ഇരട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുകയാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ശരാശരിയുടെ ഇരട്ടിയാണ് എടുത്തേക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 50. ഈസി ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ തുക സമം 2 × 25. ഓക്കെ, പറഞ്ഞാൽ 50 കിട്ടി. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ, എല്ലാം തുടർച്ചയായാണ്. തുടർച്ചയായെന്നാ ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക്, അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 45 ആയാൽ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത്? എന്തായിരിക്കും ആൻസർ? 90. ഒന്നും നമ്മൾ ആലോചിക്കുക പോലും വേണ്ട അല്ലേ? നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാവുന്ന കാരണം ഈസി ആയിട്ട് കിട്ടും. തുക സമം 2 × ശരാശരി അല്ലേ? ശരാശരിയുടെ ഇരട്ടിയാണ്. ഇവിടുത്തെ ശരാശരി നമുക്ക് 45 തന്നിരിക്കുന്നത്. ഇപ്പോൾ 2 × 45, 45ൻ്റെ ഇരട്ടി 90 നമുക്കറിയാം. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ. തുടർച്ചയായ, നമുക്കപ്പോൾ ആ ശരാശരിയുടെ വാല്യൂ മാത്രം മതി. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 40 ആയാൽ, അത്ര നിങ്ങൾക്ക് ഉത്തരം കിട്ടി. 40 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക.
തുക എന്താ ആൻസർ? 80. തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഇൻറ്റു 2 നമ്മുടെ ഇക്വേഷൻ. ശരാശരി ഇൻറ്റു 2, നമ്മുടെ ഇവിടുത്തെ ശരാശരി 40 ഇൻറ്റു 2 80 ആൻസർ. ഓക്കെ, അപ്പോൾ ആ ടൈപ്പും കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ്. എത്ര മോഡലായി നമ്മൾ? ടൈപ്പ് എത്രയായി? 7 കഴിഞ്ഞു. ഇനി നമ്മൾ 8ാമത്തെ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 7. ടൈപ്പ് 7ലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 കഴിഞ്ഞല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ ടൈപ്പ് 8 ആയി അല്ലേ? ഓക്കെ, ടൈപ്പ് 8 തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര? ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്ക് വലിയ സംഖ്യ ശരാശരി തന്നിട്ടുണ്ടാവും, 5 ഒറ്റ സംഖ്യയാണ് തന്നിട്ടുണ്ട്. വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എളുപ്പം കണ്ടുപിടിക്കാൻ. വ്യത്യാസം സമം 2 ഇൻറ്റു സംഖ്യ മൈനസ് 1. കിട്ടിയ ഇക്വേഷൻ 2 ഇൻറ്റു സംഖ്യ മൈനസ് 1. അപ്പോൾ എത്ര വരും ആൻസർ? ഇതാണ് സംഖ്യ. എത്ര കിട്ടും ഉത്തരം? 2 ഇൻറ്റു 5 മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു 4 8 അല്ലേ? 9 എന്തായാലും പറ്റില്ലല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ. തുടർച്ചയായ 6 ഒറ്റസംഖ്യകളുടെ ശരാശരി. ഇവിടെ നമുക്ക് ശരാശരിയുടെ ആവശ്യം വന്നേ ഇല്ലല്ലേ. 50 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര? എത്രയായിരിക്കും വ്യത്യാസം? നോക്കാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സംഖ്യ മൈനസ് 1 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു സംഖ്യ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു 5 10. ഓക്കെ, 11 കിട്ടി. അടുത്തത് കാണുന്നില്ലേ? ശരി, മാറ്റേക്കാം. കുറച്ചുകൂടെ തെളിച്ചുള്ള ഏതാ? ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ. തുടർച്ചയായ 8 ഒറ്റ സംഖ്യകളുടെ ശരാശരി 30 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം. എത്ര കിട്ടും ആൻസർ?
വ്യത്യാസം എന്തായിരുന്നു വ്യത്യാസത്തിന്റെ ഇക്വേഷൻ? 2 ഇൻറ്റു സംഖ്യ മൈനസ് 1 അല്ലേ? 2 ഇൻറ്റു 7 14. 14 കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് ടൈപ്പ് 9. ടൈപ്പ് 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കുറച്ച് വലുതാണ്. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് മാർക്ക് 70 ആണ്. ഓക്കെ, 70 ആണ്. മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 4 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 72 മാർക്ക് ആകുമായിരുന്നു. ഓക്കെ, ആകുമായിരുന്നു എങ്കിൽ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്? പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഒരു പരീക്ഷ നടത്തി, ആ പരീക്ഷയിൽ കുട്ടിയുടെ ശരാശരി മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ശരാശരി നമുക്ക് 70 തന്നിട്ടുണ്ട്. ഇതിൽ എന്നിട്ട് പറയുകയാണ് കുട്ടിക്ക് ഒരു 10 മാർക്കോടെ മലയാളത്തിന് കിട്ടിയിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു 4 മാർക്കും കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 72 ആകുമായിരുന്നു എങ്കിൽ എത്ര വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എത്ര വിഷയമാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനായിട്ട് പഠിച്ചു വെച്ചാൽ മതി. വിഷയങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വിഷയങ്ങൾ ഈസ് ഈക്വൽ ടു കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. വിഷയങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേസിൽ എത്ര മാർക്കാണ് കൂടിയത് നമുക്ക് ചെയ്തു നോക്കാം. എത്ര മാർക്കാണ് കൂടിയത്? 14 മാർക്കല്ലേ കൂടിയേ? ഏതാണ്? മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 4 മാർക്കും കൂടെ കൂടിയിരുന്നെങ്കിൽ എന്നല്ലേ പറഞ്ഞേ അല്ലേ? മലയാളത്തിൻ്റെ 10ഉം ഇംഗ്ലീഷിൻ്റെ 4ഉം കൂടി ബൈ ശരാശരിയിൽ എത്രയും കൂടിയേ? 72 - 70 അല്ലേ? 2 മാർക്ക്. അപ്പോൾ 14/2. അപ്പോൾ എത്ര വിഷയം പഠിക്കുന്നുണ്ട് ആ കുട്ടി? അല്ലെ, എത്ര വിഷയം പരീക്ഷ എഴുതി? 7 വിഷയമാണ് പരീക്ഷ എഴുതിയത്. മനസ്സിലായത്? നമ്മൾ പറഞ്ഞുതരാം. അപ്പം നമ്മളോട് പറയുന്നത് ശരാശരി 70 മാർക്ക് കിട്ടി കുട്ടിക്ക്. ആ 70 മാർക്ക് എന്നുള്ളത് എത്ര ആയേനായിരുന്നു? 72 ആയേനായിരുന്നു. അപ്പോൾ ശരാശരിയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 മാർക്കിൻ്റെയാണ്. അന്നേരം ശരാശരി 2 മാർക്ക് വ്യത്യാസം വരാനായിട്ട് മലയാളത്തിൻ്റെ ഒരു 10ഉം ഇംഗ്ലീഷിനൊരു 4, അങ്ങനെ മൊത്തം 14 മാർക്ക് കൂടിയാലാണ് 2 മാർക്ക് കൂടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഇപ്പം നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 4ഉം മലയാളത്തിൻ്റെ 10, അങ്ങനെ 14 മാർക്ക് കൂടി. ടോട്ടൽ ശരാശരിയിൽ എത്രയാണ് കൂടിയിരിക്കുന്നത്? 2 കൂടിയിരിക്കുന്നത്. അപ്പോൾ 14/2 എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 90 ആണ്. മാർക്ക് 90 ആണ്. ഓക്കെ, മലയാളത്തിന് 20 മാർക്കും 20 മാർക്കും
ഇംഗ്ലീഷിന് 15 മാർക്ക്. കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 95 ആകുമായിരുന്നു. ഓക്കെ, എങ്കിൽ എത്ര വിഷയങ്ങളാണ് ഓക്കെ, എത്ര വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? കണ്ടുപിടിച്ചേ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വിഷയങ്ങൾ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. കണ്ടുപിടിച്ചേ. കൂടിയ മാർക്ക് എത്ര കൂടി? മലയാളത്തിന് 20 കൂടിയിട്ടുണ്ട്, ഇംഗ്ലീഷിന് 15 കൂടിയിട്ടുണ്ടല്ലേ. 20 + 15 എത്ര ആൻസർ കിട്ടിയേ? ശരാശരി എത്ര കൂടി? 90-ൽ നിന്ന് 95-ലേക്ക് മാറി. അപ്പോൾ 90-ൽ നിന്ന് 95-ലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ 95 - 90, അപ്പം 5 കൂടി അല്ലേ. 35/5. 7 വിഷയമാണ് കുട്ടിക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമല്ലോ. അപ്പം നമ്മളോട് പറയുകയാണ്, ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ ശരാശരി മാർക്ക് നമുക്ക് തന്നിട്ടുണ്ടാവും. ശരാശരി മാർക്ക് തന്നിട്ടുണ്ട്. ശരാശരിയുടെ ആവശ്യം നമുക്കില്ല. പിന്നെ ഒരു 20 മാർക്ക് മലയാളത്തിന് കൂടി, 15 മാർക്ക് ഇംഗ്ലീഷിന് കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് കൂടിയ മാർക്ക് തന്നിട്ടുണ്ടാവും. നമ്മളോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എത്ര വിഷയമാണ് പരീക്ഷയ്ക്ക് വന്നതെന്ന്. അപ്പോൾ 20 മാർക്ക് മലയാളത്തിനും 20 മാർക്ക് ഇംഗ്ലീഷിനും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ ശരാശരി എത്ര കൂടിയേനെ? 95 കൂടിയേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ 95 ആയേനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇത്രയേ ഉള്ളൂ, വിഷയം കണ്ടുപിടിക്കാനായിട്ട് കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഓക്കെ, കൂടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെ മാർക്ക് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയോ തമിഴോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ കൂടിയേക്കുന്ന മാർക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് മേളിൽ എഴുതാം. താഴെ എന്ത് എഴുതുക? കൂടിയ ശരാശരി. ഇപ്പോൾ 90 എന്നുള്ളത് 95 ആയി എന്നാണ് പറഞ്ഞേക്കുന്നത്. 95 ആയേനെ. 90 എന്നുള്ളത് 95 ആയേനെ എന്ന് പറഞ്ഞാൽ കൂടിയത് എത്രയാണ്? ശരാശരി കൂടിയത് എത്രയാണ്? 95 - 90 5 അല്ലേ. ആ 5 നമ്മളിവിടെ താഴ്ത്തെഴുതി. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഓർമ്മ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ശരാശരി 85 മാർക്കാണ്. 85 മാർക്കാണ്. മലയാളത്തിന് 15 മാർക്കും ഇംഗ്ലീഷിന് 20 മാർക്കും ഹിന്ദിക്ക് 10 മാർക്കും കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 90 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങൾ? കണ്ടുപിടിച്ചേ. ആൻസർ കിട്ടിയോ?
നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വിഷയങ്ങൾ ഈസ് ഈക്വൽ ടു കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. നമുക്ക് എത്ര മാർക്കാണ് കൂടിയേക്കുന്നത്? ഒരു മലയാളത്തിന് ഒരു 15 കൂടിയിട്ടുണ്ട്, ഇംഗ്ലീഷിന് ഒരു 20 കൂടിയിട്ടുണ്ട്, ഹിന്ദിക്ക് ഒരു 10 കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 15 + 10 + 20 ബൈ ശരാശരി എത്ര കൂടിയിരിക്കുന്നത്? 95-ൽ 85 90ആയി. 90 - 85. അപ്പോൾ 20 10 30 10 45 അല്ലേ? 45/5 എത്ര കിട്ടിയ ആൻസർ? 9. ഓക്കെ, 9 കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ടൈപ്പ് ഇട്ട് പോവാം. ഓക്കെ, അടുത്ത ടൈപ്പ് 10. ടൈപ്പ് 10 എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുകയാണ് 20 മുതൽ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 80 വരെയുള്ള അപ്പം ആദ്യ സംഖ്യകളല്ല കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞത് ആദ്യത്തെ 20 ഇരട്ട സംഖ്യ എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് പകരം ഇങ്ങനെയാണ്: 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? ഓക്കെ, അപ്പോൾ 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ മാറി 20 മുതൽ 80 വരെയുള്ള സംഖ്യകളുടെ ശരാശരി. അങ്ങനെ പറഞ്ഞാൽ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. ഇത്ര ചെയ്താൽ മതി. ഓക്കെ, ഇരട്ട സംഖ്യകളാണ്. ഒരു ആദ്യ പദം 20 ആണ്, അവസാന പദം 80 ആണ് അല്ലേ? 20 മുതൽ 80 വരെയുള്ള. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരിയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച അല്ലേ? സംഖ്യ പ്ലസ് 1 എന്നൊക്കെ നമ്മൾ എടുത്തതാണ് ഇരട്ട എന്ന് പറഞ്ഞപ്പോൾ. ഇവിടെ പക്ഷേ ആദ്യത്തെ എന്നല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, 20 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 20 മുതൽ 30 വരെ ഉള്ളത് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്നാ കിട്ടും? എന്നാ കിട്ടും? നോക്കാം നമുക്ക്. 20 ആദ്യ പദം, അവസാന പദം 80 ബൈ 2. 20 + 80 എന്ന് പറയുമ്പോൾ 100 100/2 50 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 50 മുതൽ 250 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? കണ്ടുപിടിച്ചേ. നോക്കട്ടെ. ശരാശരി സമം 50 + 250/2 അല്ലേ? ഇപ്പം എത്ര കിട്ടി? 250 + 50 എന്ന് പറഞ്ഞാൽ 300 300/2 150. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 25 മുതൽ 74 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. കിട്ടിയ ആൻസർ? നമ്മുടെ ശരാശരിയുടെ ഇക്വേഷൻ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ആണ്. നമ്മുടെ ഇവിടുത്തെ ആദ്യ പദം 25 അവസാന പദം 74 അപ്പോൾ നമ്മുടെ കയ്യിൽ 25 + 74/2 എത്ര കിട്ടും?
9 99/2 എത്രയും ആൻസർ കിട്ടി? ആ അപ്പം ഇതിലൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം എന്നറിയോ? ഇരട്ട സംഖ്യ എന്നല്ലേ പറയണം. അപ്പം 25 നമ്മുടെ ഇരട്ട സംഖ്യ. ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാ? 26 25 കഴിഞ്ഞിട്ട് വരുന്നേ 26/, അതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണേ. 25 മുതൽ 74 വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞില്ല. അപ്പോൾ 25 ഇരട്ട സംഖ്യ അല്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതെന്ന് എടുക്കുന്നത്? 26 എടുക്കുക. അപ്പോൾ 100/2 50 കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. 10 ടൈപ്പ് പഠിച്ചല്ലോ. നമ്മൾ എന്തൊക്കെ ഇക്വേഷൻസ് പഠിച്ചെന്നൊന്ന് പറഞ്ഞേ. ഒന്നാമത് പഠിച്ച ഇക്വേഷൻ ഏതായിരുന്നു? സംഖ്യയുടെ പകുതി പ്ലസ് 0.5. അതെന്തായിരുന്നു? തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ അല്ലേ? എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ. ഇനി ഇരട്ട സംഖ്യകളുടെ ശരാശരി ആയിരുന്നെങ്കിൽ നമ്മൾ എന്നാ ചെയ്തേനെ? n+1 എടുത്തേനെ. ഇനി ഒറ്റ സംഖ്യയുടെ ശരാശരി ആണെങ്കിലോ ആ സംഖ്യ തന്നെ എടുത്തു. n തന്നെ എടുത്തു. ഇനി അടുത്ത വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്തേനെ? സംഖ്യ ശരാശരി പ്ലസ്, അതായത് വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ പ്ലസ് വരും. ശരാശരി പ്ലസ് സംഖ്യ -1. ഇനി ചെറിയ സംഖ്യ ആയിരുന്നെങ്കിലോ സംഖ്യ -1. ഇനി നമ്മുടെ ഒറ്റ സംഖ്യയുടെ കേസിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനോ സംഖ്യ -1. ഓക്കെ. ഇനി സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനോ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ശരാശരിയുടെ ഇരട്ടി എടുത്താൽ മതി. ഇനി സംഖ്യകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ 2 × സംഖ്യ -1. ഇനി നമ്മുടെ ഒരു കൊച്ചിൻ്റെ പരീക്ഷയുടെ മാർക്കൊക്കെ തന്നിട്ട് എത്ര വിഷയം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനോ കൂടിയ ശരാശരി. ഇനി ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്താൽ മതിയായിരുന്നു? നമ്മള് /2. ഇനി ഇതിൽ നമ്മളോട് ഇപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രശ്നം വന്നത് എന്ത് പറയുന്ന പ്രശ്നം വന്നത്? ഇരട്ട സംഖ്യ അല്ല തന്നിരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? ഇരട്ട സംഖ്യയാക്കി മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും പഠിക്കട്ടോ. നമ്മൾ 10 ടൈപ്പ് പഠിച്ചാൽ ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, താങ്ക് യു.